സഹകരണ സഖാക്കളെ, നേഴ്സന്മാരെ സമരത്തിന് നമ്മുടെ സമരത്തിന് അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി കേരള മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് കമലാ സഖാവിനെ ക്ഷണിച്ചോളൂ. പ്രിയമുള്ള സമരസഖാക്കളെ, ഈ അടുത്ത നാളുകളിലാണ് ഇത്തരത്തിൽ ആസ്പത്രികളിൽ സമരം നഴ്സുമാർ ആരംഭിച്ചിട്ടുള്ളത്. മലയാളികളായിട്ടുള്ള നഴ്സുമാരുടെ സേവനം ലോകത്തും ഇന്ത്യയിലും വളരെ പ്രശസ്തി ആർജിച്ചിട്ടുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ബോംബെയിലെ ഏഷ്യൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായ നഴ്സായ ബീന ബേബിയുടെ മരണത്തെ തുടർന്നുണ്ടായ സമരം, അതിൻ്റെ മുൻപന്തിയിൽ മലയാളികളായിരുന്നു. അതിനെ തുടർന്ന് സേവന വേതന വ്യവസ്ഥകളും പ്രത്യേകിച്ച് ബീന ബേബിയുടെ മരണത്തിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ അന്വേഷണം നടത്തുക, കുടുംബത്തിന് ആവശ്യമായ ഫാമിലി ഫണ്ട് കൊടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ രംഗത്ത് നിലനിൽക്കുന്ന ചൂഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ആരംഭിച്ച സമരങ്ങളുടെ എല്ലാം മുന്നിൽ നിന്ന് പതിനായിരക്കണക്കായ മലയാളി നഴ്സുമാരടക്കമുള്ള സഹോദരന്മാർ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനെ തുടർന്നാണ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലത്തെ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ കണ്ട സമരം. ആ ആസ്പത്രിയിലെ ഒരു ഗർഭിണിയായ ജീവനക്കാരിയെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് തല്ലിച്ചതക്കുന്ന വലിച്ചിഴയ്ക്കുന്ന രംഗങ്ങൾ നമ്മൾ ഇന്ന് ചാനലിലൂടെ കാണുകയുണ്ടായി. അതേ തുടർന്ന് നമ്മുടെ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ, അതുപോലെ തന്നെ LF ഹോസ്പിറ്റലിൽ, തുടർന്ന് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ, തൃശ്ശൂരിലെ എലൈറ്റ് ഹോസ്പിറ്റലിൽ, കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന നഴ്സുമാരുടെ സമരം, ഇന്നിപ്പോൾ ഇതാ ഇവിടെ ഈ കോലഞ്ചേരി മെഡിക്കൽ ഹോസ്പിറ്റലിലും, ഇന്ന് രാവിലെ മുതൽ ലക്ഷോർ ഹോസ്പിറ്റലിലും ഇതുപോലെ ആയിരക്കണക്കായ സഹോദരിമാര് സമരത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ സമരം ഇവർ ചെയ്യുന്നത്? ജീവിക്കാനുള്ള തത്രപ്പാടിലാണ്. കടമെടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പഠിച്ച് നഴ്സുമാരായി വരിക. ഡിഗ്രിയുള്ള കുട്ടികളെ അടക്കം ഇത്തരത്തിൽ പ്രൈവറ്റ് മാനേജ്മെന്റ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ഇപ്പോൾ മെഡിക്കൽ മിഷന്റെ പേരില്ല, LF ഒരു മതസംഘടനയുടെ പേരിലുള്ള ഹോസ്പിറ്റലില്ല, അമൃത ഹോസ്പിറ്റൽ അങ്ങനെയുള്ളതാ, മുത്തൂറ്റ് ട്രസ്റ്റിന്റെ പേരില്ല, എല്ലാം ഇങ്ങനെ പല മേഖലകളിൽ ആരംഭിച്ചിട്ടുള്ള ഈ സമരത്തിലെല്ലാം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ പഠിച്ചു വന്ന കുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ബോണ്ട് സിസ്റ്റം പറഞ്ഞു പിടിച്ചു വെച്ചുകൊണ്ട് 1500, 2000, 3000 ശമ്പളം കൊടുത്ത് ജോലി ചെയ്യും. 2 വർഷത്തിനു മുമ്പ് കുട്ടികൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടി പോകാമെന്ന് വിചാരിച്ചാൽ സർട്ടിഫിക്കറ്റ് മടക്കി കൊടുക്കില്ല. മടക്കി കൊടുക്കണമെങ്കിൽ അവർ ആവശ്യപ്പെടുക 2 ലക്ഷം, 5 ലക്ഷമാണ്. അപ്പൊ 2 കൊല്ലം ജോലി ചെയ്തു വരുന്നു. ആ കാശും പോയി പിന്നെ കടമെടുത്തിട്ട് കൊടുത്താലേ സർട്ടിഫിക്കറ്റ് കിട്ടൂ എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കൂടാതെ നിങ്ങൾ ജോലി ചെയ്യുന്ന, എനിക്കറിയാം, ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സിസ്റ്ററോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 9 മണിക്ക് കയറിയാൽ രാത്രി 10:30 ഇറങ്ങും. അപ്പൊ 13.5 മണിക്കൂറാ ജോലി. അടിമപ്പണിയൊക്കെ എന്നേ നിന്നു. കേരളത്തിൽ അടിമ പണിയുടെ സമ്പ്രദായം തന്നെ നിന്ന കാലഘട്ടമാണ്. നമ്മളെല്ലാം അങ്ങനെ ധരിച്ചിരുന്ന. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ലക്ഷോപലക്ഷം വരുന്ന ആളുകളുടെ ജീവിത രഹസ്യത്തെ കുറിച്ച് അറിയുമ്പോൾ കേരളത്തിലെ ജനം ഞെട്ടി നിൽക്കാണ്. ഇത് എന്തൊരു ലോകം! ഇങ്ങനെ ഒരു സമൂഹമുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ നിന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോഴാണെങ്കിൽ ബസ് കാശ് കൂടിയിരിക്കാം, മിനിമം 5 രൂപ കൊടുക്കണം അല്ലേ? ഇങ്ങോട്ട് 5 രൂപ കൊടുക്കണമെങ്കിൽ അങ്ങോട്ട് 5 രൂപ കൊടുക്കണം, 10 രൂപ അങ്ങനെ പോകും. പിന്നെ നമുക്ക് ഡ്രസ്സ് ഇടണ്ടേ, ഡ്രസ്സ് ഇട്ട് ഇവിടെ വരണ്ടേ, അത് കഴുകി ഉണക്കി വൃത്തിയാക്കി ഇസ്തിരി ഇടണ്ടേ, എന്നിട്ട് വേണ്ട വരാം, ഭക്ഷണം കഴിക്കണ്ടേ, അതിന് വേണ്ട പൈസ. ഈ 2500, 3500 ഒക്കെ കിട്ടിയ എന്തിനുണ്ടാവും? 2009 സർക്കാർ സേവന വേതന വ്യവസ്ഥകൾ പറഞ്ഞുകൊണ്ടൊരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. മിനിമം 10,000 രൂപയാണ് അതിൽ പറയുന്നത്. അത് ആർക്ക് കൊടുക്കണ്ടേ? ആ മിനിമം വേതനം തന്നില്ല എങ്കിൽ അത്
സർക്കാരില്ലേ? സർക്കാരിലെ ഈ ഓർഡർ ഇറക്കിയേക്കണം. സർക്കാരിന്റെ ഓർഡർ അനുസരിച്ചല്ലേ ഈ ആശുപത്രികളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ എൻക്വയറി നടത്തി അത് പരിശോധിച്ച് വേണ്ട നടപടിയെടുത്ത് കൊടുക്കാത്ത ആളുകൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൊടുക്കുന്നത് ഈ ഗവൺമെന്റ് അല്ലേ? പല ഹോസ്പിറ്റലുകളിലും അന്വേഷണം നടത്തിയപ്പോ ഗവൺമെന്റ് തന്നെ പറഞ്ഞത് ഇതൊന്നും ആരും കൊടുക്കണില്ല. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ എടുത്ത് പരിശോധിച്ചേക്ക, ഒരു രോഗി വന്ന പിഴിഞ്ഞു കാശെടുക്കില്ലേ? പാവപ്പെട്ടവൻ വന്നാലും പണക്കാരൻ വന്നാലും ഒന്നും നോക്കാതെ നിങ്ങളതിന് സാക്ഷികളല്ലേ? നിങ്ങൾക്ക് 2000-3000 രൂപ തരുമ്പോ ഒരു രോഗി വന്നാൽ 10,000-കണക്കിന് രോഗികളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്ന. ഒരു രോഗിയുടെ അടുത്ത് 1000-കണക്കിന് രൂപ ഒരു ദിവസം പിരിച്ചെടുക്കില്ലേ? 10,000-കണക്കിന് രൂപ ബില്ലിട്ട് പോണവരില്ലേ? ലക്ഷങ്ങൾ കൊടുക്കണവരില്ലേ? എല്ലാം വിറ്റ് തൊലച്ച് അവസാനം രോഗി മരിച്ചും പോണവരില്ലേ? ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സ് തളമ്പിച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വേറൊരു സഹോദരി എന്നോട് പറഞ്ഞ, സഖാവേ ഞാൻ ഈ ഹോസ്പിറ്റലിലെ സമരത്തിൽ ചെന്നപ്പോ ഒരു നഴ്സ് എന്നോട് പറഞ്ഞ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയം കിട്ടില്ല, ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുലുക്കുഴിയാൻ കഴിയില്ല, വായ ആ വെള്ളം കീഴ്പോട്ട് ഇറക്കിയിട്ടാണ് തിറിഞ്ഞുകൊടുത്ത് ഓർണ. നാട്ടുകാർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന നഴ്സുമാർ, അവർക്ക് എല്ലാ തൊഴിലുറപ്പ് പദ്ധതി പോണ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ശമ്പളം കൊടുത്തൂടെ? തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്ക് ഡെയിലി 250 രൂപയില്ലേ? അത് കിട്ടിക്കൂടെ? അപ്പൊ സ്ത്രീകൾ എവിടെ കൂടുതൽ ജോലി ചെയ്യുന്നുവോ അവിടെ പറ്റിക്കുന്നു, അവിടെ പറ്റിക്കാൻ മതി. ഇനിയിപ്പോ നിങ്ങൾ കണ്ടോ നഴ്സുമാരുടെ സമരം? ഇപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹോസ്പിറ്റലിൽ നടക്കുകയാണ്. രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല, രക്ഷപ്പെട്ട ഒരു മാനേജ്മെന്റിനും പോകാൻ കഴിയില്ല. ലക്ഷക്കണക്കായ ആളുകൾ ഇതിലെ ജീവനക്കാരാണ്. അവരിങ്ങനെ സമരം ചെയ്ത് വരുമ്പോ താമരശ്ശേരി ചുരത്തുനിന്ന് ലോറിയിൽ തടികേറ്റി വരുമ്പോ തവളക്കൊരു തോന്നലുണ്ട്, എന്റെ ഈ തോളിൽ നിൽക്കുന്നു. എന്ത് സംഭവിക്കും? ലോറി ഇറങ്ങി, ലോറിക്കാരനറിയില്ല, കിളി പോലും അറിയില്ല. തവളയുടെ ജീവിതം കട്ടപ്പോക, വണ്ടി ഇറങ്ങി അങ്ങ് പോകും അല്ലേ? അതേപോലെ ലക്ഷക്കണക്കായ നഴ്സുമാര് അവരുടെ ജീവിതത്തിന് വേണ്ടി, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് വേർപ്പണി കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ നല്ല ഡ്രസ്സിലാൻ അവർക്കുമില്ലേ പിന്നെ ഒരു കുടുംബ ജീവിതം? ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ അവരൊന്ന് പഠിപ്പിക്കണ്ടേ? ഭർത്താവ്, നമ്മള് പെണ്ണുങ്ങള് ഭർത്താവിന് അസുഖം വന്നാലും കൊച്ചിന് അസുഖം വന്നാലും മരുന്ന് മേടിക്കും. നമ്മുടെ അസുഖം നാളേക്ക് മാറ്റി വെക്കും. ഇവിടെ മരുന്നുണ്ടെങ്കിലും അതെടുത്തൊന്നും കഴിക്കില്ല. പിന്നെ ആവട്ടെ എന്ന് പറയും. നിങ്ങൾ കമലാസുരയുടെ കഥ കോലാഹലം എന്ന് പറഞ്ഞ കഥ വായിച്ചിട്ടുള്ള ആളുകളാണല്ലോ. അതിൽ ആ വീട്ടമ്മക്ക് അസുഖം വന്ന് കൊണ്ടുപോകുമ്പോ ആ വണ്ടിയിലിരുന്ന് വീട്ടമ്മ പറയണത് പരിപ്പ് കരിഞ്ഞു എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച് വീട്ടിലെ ഞാനാണ് പരിപ്പ് മരിക്കാൻ പോവാ. അപ്പോൾ ശ്രദ്ധ അതാണ്. അപ്പൊ കുടുംബത്തിന്റെ ഒരു വേവലാതിയിലാണ് നമ്മൾ ഈ ജോലി ചെയ്യാൻ പറ്റുക. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഈ മാനേജ്മെന്റിന് കാശുണ്ടാക്കിയിട്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. അപ്പൊ ഈ മാനേജ്മെന്റ് ഹോസ്പിറ്റലുകൾ മുഴുവനും ഈ കേരളത്തിലെ പെൺകുട്ടികളെ, സ്ത്രീകളെ അടക്കമുള്ള ആളുകളെ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശ് ഗുണം പിടിക്കില്ല. ഞാന് നമ്മളെ എല്ലാ പിന്നെ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ അവർ വിളിച്ചതായിരുന്നു. എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല, ഞാൻ ഹൈദരാബാദിലായി പോയി. മറ്റു സമരങ്ങളിലെല്ലാം പോയിരുന്നു. നഴ്സസ്മാരുടെ സമരപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുത്തായിരുന്നു. അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് സേവന വേതന വ്യവസ്ഥ പുനഃക്രമീകരിക്കുക. ഇവിടെ എത്ര രൂപയുണ്ട് മിനിമം ശമ്പളം? സർക്കാർ പറയുന്നത് മിനിമം 10,000 കൊടുക്കണമെന്ന. അതിന് ഉത്തരവിറക്കിയിട്ടുണ്ട്. ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ ആര് നടപടിയെടുക്കണം? സർക്കാർ നടപടിയെടുക്കണ്ടേ? ലേബർ കമ്മീഷണർ വരണ്ടേ? എന്തേ ഇവിടുത്തെ രജിസ്റ്ററൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. ഇവിടുത്തെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. സേവനം 8 മണിക്കൂറിനല്ലേ പറയണ? 10 മണിക്കൂറും 12 മണിക്കൂറും. ചില BSc നഴ്സുമാരുടെ ജോലി എന്താ? ക്ലീനിങ് വരെ ചെയ്യണം, വണ്ടി ഉന്തണം. മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പീഡനത്തിന് വിധേയരാകണല്ലേ? ഡോക്ടർമാർ ഒരു നല്ല ഡോക്ടർ ഇവിടെ വന്നോന്ന് പറഞ്ഞാൽ അവർ പറയണ ആശങ്ക കൊടുക്കണം.
ഇവിടെ ഒരു നേഴ്സ് വന്നാലോ അവര് പറയുന്ന കാശിങ്ങരയിൽ എന്തായാലും ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഇവിടെ വേറെ ആൾക്കാരൊക്കെ അഭിവാദ്യം ചെയ്യാൻ വന്നേക്കെ. അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തവള മസിൽ പിടിക്കുന്നോട്ട് മാനേജ്മെന്റ് മസിൽ പിടിക്കാതെ എത്രയും പെട്ടെന്ന് ഈ കുട്ടികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിച്ചില്ലെങ്കിൽ ഈ നാട് മുഴുവൻ ഈ സമരത്തിന്റെ പിന്നാലെ വരാൻ പോവാ. ഞാൻ കേരള മഹിളാ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാ. മഹിളാ സംഘം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ സമരം ചെയ്യുന്ന പെൺകുട്ടികളുടെ അടക്കം ദേഹത്ത് ഒരു തരി മണ്ണ് വീണാൽ ഈ എറണാകുളം ജില്ല മാത്രമല്ല കേരളം നിന്ന് കത്തും. എത്രയും പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ സമരത്തിന്റെ ശക്തി ഈ മാനേജ്മെന്റിന് പാഠം പഠിപ്പിച്ചുകൊണ്ട് എത്രയും വേഗം ഇതിന് തീരുമാനമുണ്ടാക്കി സേവന വേതന വ്യവസ്ഥകൾ പുനഃക്രമീകരിച്ചുകൊണ്ട് ജോലി ഭാരം കുറച്ചുകൊണ്ട് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് മാനേജ്മെന്റിന്റെ ഇത്തരത്തിലുള്ള ചൂഷണം അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന് ചർച്ചയിലൂടെ ഒരു സമവായം ഉണ്ടാക്കി ഈ സമരം ഒത്തുതീർപ്പാക്കി രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര സഖാക്കൾക്ക് കേരള മഹിളാ സംഘത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. സമരം ഒത്തുതീർപ്പിലാക്കുക. അഭിവാദ്യങ്ങൾ നേഴ്സുമാർക്ക് അഭിവാദ്യങ്ങൾ. സമരസഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ. ATUCയുടെ അഭിവാദ്യങ്ങൾ. CPIയുടെ അഭിവാദ്യങ്ങൾ. 1000 അഭിവാദ്യങ്ങൾ.